ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. സോ മക്കളെ, നമ്മളെല്ലാവരും ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. ഇന്ന ചാപ്റ്റർ എന്നൊന്നും പറയുന്നില്ല, മൊത്തത്തിൽ നമ്മുടെ EVS പാഠഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ആക്ഷൻ ദാറ്റ് യു സീ ഇൻ ദ പിക്ചർ എബവ് ആൻഡ് fill in the following table. ഓക്കെ, അതായത് മുകളിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ചിത്രം നോക്കിയിട്ട് ഈ താഴെ ഒരു ടേബിളും ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരും. ആ ടേബിളിലുള്ള കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. യെസ്, ഇവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ റോഡുണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആ ടേബിൾ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി, സോഴ്സ് ഓഫ് എനർജി. അതായത് ഈ ഒരു ഫിഗറിൽ കാണുന്ന ആക്ടിവിറ്റി, അതുപോലെ തന്നെ ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട എനർജിയുടെ സോഴ്സ് അത് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് ക്യാരിങ് എ സ്കൂൾ ബാഗ്. അതായത് സ്കൂൾ ബാഗും കൊണ്ട് പോകുന്ന ഒരു കുട്ടി. ഓക്കെ, ആ കുട്ടീൻ്റെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫുഡ് ആയിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ ഈ ഒരു ഫിഗറിൽ കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അവിടെയുള്ള സോഴ്സ് ഓഫ് എനർജി ഏതാണെന്നൊന്ന് ചൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഓരോ ഉത്തരവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് ഓരോന്ന് നോക്കാം. എ ചൈൽഡ് ക്യാരിങ് എ സ്കൂൾ ബാഗ്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫുഡാണ് അവിടെയുള്ള സോഴ്സ് ഓഫ് എനർജി. സ്കൂട്ടർ ആൻഡ് കാർ മൂവിങ് ഓൺ എ റോഡ്, അതായത് റോഡിലൂടെ പോകുന്ന സ്കൂട്ടർ അല്ലെങ്കിൽ കാർ, അവിടെ ഏതായിരിക്കും സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? ഫ്യൂവൽ ആയിരിക്കും അല്ലെ, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കും. എ പേഴ്സൺ ക്യാരിങ് സാക്ക് ഓൺ ഹിസ് ബാക്ക്, അതായത് ചുമടെടുക്കുന്ന ആളല്ലേ, അപ്പൊ അവർക്കും എന്തായിരിക്കും? ഫുഡാണ് അവരുടെ സോഴ്സ് ഓഫ് എനർജി. പിന്നെ ക്ലോത്ത്സ് ഡ്രൈയിങ്, അതായത് കുപ്പായൊക്കെ ഉണങ്ങുന്നതില്ലേ, നമ്മളിപ്പം അലക്കിയാൽ നമ്മൾ വാഷ് ചെയ്താൽ നമ്മൾ ഉണക്കാനെടുത്തില്ലേ, അതും അതിന്റെ സോഴ്സ് ഓഫ് എനർജി എന്തായിരിക്കും? എന്തുകൊണ്ടാണ്? സൺ അല്ലേ, സണ്ണുള്ളത് കൊണ്ട്, വെയിലുള്ളത് കൊണ്ടാണ് അത് ഉണങ്ങുന്നത്. എ വുമൺ ഗ്രൈൻഡിങ് ഗ്രെയിൻ, ഫുഡാണ്. എ മാൻ ചാർജിങ് എ ഫോൺ. ഓക്കെ, ഫോൺ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സോഴ്സ് ഓഫ് എനർജി ഏതാണ്? ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ തന്നെ ഹൗസ് ഗെറ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം സോളാർ പാനൽ, സൺലൈറ്റ് ആണ്. എ വിമൺ ഡ്രോയിങ് വാട്ടർ, അത് ഫുഡാണ്. ബോയ് ഫ്ലൈയിങ് എ കൈറ്റ്, ഓക്കെ, വിൻഡ് ആണ്. അപ്പൊ അങ്ങനെ കുറേ ആക്ടിവിറ്റീസും ആ ഓരോ ആക്ടിവിറ്റീസിലുള്ള സോഴ്സ് ഓഫ് എനർജിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഫിഗറൊക്കെ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള ആ ഒരു എനർജി സോഴ്സ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കുക, ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ലെറ്റർ ടു യുവർ ടീച്ചർ ഓൺ മൈ സ്കൂൾ മൈ ഹാപ്പി പ്ലേസ്. എൻ്റെ സ്കൂള് എൻ്റെ ഹാപ്പി പ്ലേസ് ആണ്. ആ ഒരു ടോപ്പിക്കിന്റെ ബേസിൽ നമ്മളോട് എന്ത് ചെയ്യാൻ പറയുവാണ്? ടീച്ചർക്ക് ഒരു ലെറ്റർ എഴുതാനായിട്ട് പറയുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാപ്പി പ്ലേസ് ആണോ? ആണല്ലേ? യെസ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറെ ടീച്ചേഴ്സിനെ കിട്ടും, നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും, നമ്മുടെ അക്കാഡമിക്സ് ബിൽഡ് ചെയ്യാം, നമ്മുടെ കരിയർ ഗ്രോത്ത് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ പോകുന്നതും കൊണ്ട് കിട്ടും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്കൂൾ നമ്മുടെ ഹാപ്പി പ്ലേസ് ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണെങ്കിലും ഒരു ലെറ്റർ എഴുതി നോക്കാം. യെസ്, ഒരു ചെറിയൊരു ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിയർ സാർ, മാഡം അല്ലെങ്കിൽ മാം, I am happy to share my thought with you. My school is my happy place. അതായത് നമ്മളിപ്പം ടീച്ചർക്കാണോ ലെറ്റർ എഴുതുന്നത്, അപ്പം ടീച്ചറോട് പറയുവാണ് I am happy to share my thought with you. ഞാൻ എൻ്റെ ചിന്തകൾ, എൻ്റെ തോട്ട്സ് ഞാൻ താങ്കളുമായിട്ട് അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്കൂൾ എൻ്റെ ഹാപ്പി പ്ലേസ് ആണ്. I love coming to school every day because I meet my friends, play games and learn many new things. അതായത് എനിക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളിൽ വരുന്ന കൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, ഗെയിംസ് കളിക്കാനായിട്ട് പറ്റും, അത് മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഐ ഫീൽ സേഫ്, ലവ്ഡ് ആൻഡ് കെയർ ഫോർ. അതായത് ഞാൻ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്, മറ്റുള്ളവരാൽ കെയർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് നല്ല സേഫ് ആയിട്ട് തോന്നുന്ന സ്ഥലമാണ് എൻ്റെ സ്കൂൾ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എവറി ഡേ ഐ ലേൺ സംതിങ് ന്യൂ ആൻഡ് ദാറ്റ് മേക്ക് മീ ഫീൽ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കും, അതെനിക്ക് പ്രൗഡാണല്ലേ, അതെനിക്ക് അഭിമാനമാണ്, അതെന്നെ ഹാപ്പിയാക്കി മാറ്റുന്നു. My school is not just a
place to study but also a place where I feel safe, cared and inspired. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു ലെറ്റർ ആണ്, പക്ഷെ ആ ലെറ്ററിലെ ആ ഓരോ സെന്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കുട്ടി ആ ടീച്ചർക്കായിട്ട് എഴുതിയതെന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പഠിക്കുക. വിത്ത് ലവ് നിങ്ങളുടെ പേര് എഴുതുക, സൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് 5th CBSE ഇതാ കഴിയാനായിട്ടുണ്ടല്ലേ, ഇനി അങ്ങോട്ടേക്ക് 6th CBSE 7, 8 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പറയുന്ന EVS ഒക്കെ മാറിയിട്ട് നമ്മൾ സയൻസിൽ തന്നെ നമ്മൾ പല പല ഘട്ടങ്ങളായിട്ട് പഠിക്കുവാണ്. പക്ഷെ ഒറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ, എങ്കിലും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ സൈലത്തിനോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്കമിങ് ക്ലാസ്സുകളും നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാവർക്കും അത് വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.